ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കർക്കിടകത്തിലെ പത്തില തോരനാണ് വെക്കാൻ പോകുന്നത്. പത്തില തോരൻ എന്ന് വെച്ചാൽ 10 ഇല കൊണ്ടുള്ള തോരനാണ്. അതായത് മുരിങ്ങയില മാറ്റിയിട്ട് ബാക്കിയെല്ലാം ഇലകൾ നമ്മൾ എടുക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇലകളെന്ന് വെച്ചാൽ ചേമ്പില, ചേനയില, കോവയ്ക്കയില, പയറിൻ്റെ ഇല, പിന്നെ എടുത്തിരിക്കുന്നത് വെച്ചാൽ കാന്താരി മുളകിൻ്റെ ഇല, പിന്നെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പപ്പയില എടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഈ നിത്യവഴുതന എന്ന് പറയുന്ന ചെടിയുണ്ട്, ആ ചെടിയിലെ ഇല. അങ്ങനെ 10 ഐറ്റങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 10 ഐറ്റങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. 10 ഇലകളിട്ട് തോരൻ വയ്ക്കുന്നതിന് പത്തിലക്കറി തോരൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഈ കർക്കിടക മാസത്തിലാണ് കൂടുതലും ആൾക്കാർ പുറമേ ഉണ്ടാക്കുന്നത്. ഈ ഇലയെന്ന് പറയുന്നത് സിംഗപ്പൂർ ഇലയാണ് നമ്മൾ പറയുന്നത്. വേറെ നാട്ടിൽ എന്തൊക്കെ പറയുന്നത് എനിക്ക്. പിന്നെ ഇത് ചൊറിയണത്തിൻ്റെ ഇലയും. ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളം വാർന്നു പോകാനായിട്ട് നമ്മൾ വെക്കും. അതായത് നമ്മളൊരു കണ്ണാപ്പയിലെ ഒരു പാത്രത്തിൽ ഇത് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം നമ്മളതിൽ തോരാൻ വയ്ക്കും. അതായത് തോരുമ്പോഴത്തേക്കും വെള്ളാംശം അത്രയും ഈ നമ്മൾ ഇതേപോലെ നമുക്ക് വാർന്ന് കിട്ടും. അപ്പം നമുക്ക് അരിഞ്ഞെടുക്കാനും നല്ല ഈസിയാണ്. അതായത് ഞാൻ ഈ ഷെയ്ഡിലാണ് ഞാൻ ഈ ഇലകളെല്ലാം തോരത്തിനായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല കളർഫുൾ ഗ്രീൻ കളറിലാണ് ഉള്ളത്. അപ്പം എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ തേങ്ങ എടുത്ത് ഇനി അതിൻ്റെ അരപ്പ് നമ്മൾ ഉണ്ടാക്കണം. അരപ്പുണ്ടാക്കുന്നത് ഒത്തിരി പാടുള്ള വലിയ ഇതില്ല. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് മഞ്ഞൾപ്പൊടി, ജീരകം, ഒരു അല്ലി വെളുത്തുള്ളി, ഒരു കൊച്ചുള്ളി, ഇത് ഇത്രയും കൂടെ നമ്മളൊന്ന് അരച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ തേങ്ങ കൊണ്ട് അരച്ചെടുക്കും. തേങ്ങ ഒന്ന് റൗണ്ട് ചെയ്ത് അരച്ചെടുക്കും. അതായത് നല്ലതുപോലെ ചതച്ചെടുക്കത്തില്ല, ഇതേപോലെ നമ്മൾ ഉരുട്ടിയൊന്ന് എടുക്കും. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ച്ചതിന് ശേഷം പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കും. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. 2 വറ്റൽമുളക് വേണമെങ്കിൽ നമ്മൾക്ക് എടുക്കാം. പക്ഷേ ഞാൻ ഒരു വറ്റൽമുളക് എടുത്തോളൂ. എന്നിട്ട് നമ്മൾ ഈ ഇലകളെല്ലാം കൂടെ അരിഞ്ഞത് നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിത് വാടിയിട്ടുണ്ട്. വാടിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ അരപ്പിട്ട് കൊടുക്കണം. അതായത് നമ്മൾ ഈ തേങ്ങയിൽ അരപ്പ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അത് മൂടി വെച്ച് നല്ല ആവിയിൽ നല്ലതുപോലെ വെന്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ചിക്കി കൊടുക്കും. നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും മറ്റുള്ള ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ആവിയിലിട്ടങ്ങ് ഇതാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കിണ്ണം കാച്ചി തോരനെന്ന് പറയാം. നല്ല നമുക്ക് കർക്കിടക മാസത്തിൽ നമുക്ക് പ്രതിരോധശേഷി കുറയും. അപ്പോൾ അതിന് പ്രതിരോധശേഷിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കി കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വയസ്സായവർക്കും എന്നുവെച്ചാൽ നമുക്കൊന്നും കഴിച്ചിടുന്നതിൽ എല്ലാവരും കഴിക്കേണ്ട ഒരു തോരനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഞാൻ പരീക്ഷിക്കാനായിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഉപ്പൊന്നും നോക്കിയില്ല. അങ്ങനെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, അമ്മ അതെങ്ങനെയുണ്ടെന്ന് നോക്ക്. അപ്പം നല്ല രീതിയിൽ അമ്മ അഭിപ്രായം പറയുന്നത് നമുക്ക് നോക്കാം. അപ്പം അമ്മ പറഞ്ഞ് ആദ്യം ഒരു സ്പൂൺ എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചു അയ്യോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടാമതൊരു സ്പൂൺ എടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് തോര ഇഷ്ടപ്പെട്ടെന്ന്.